നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന. കൃഷ്ണ 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 കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം നീരദ ശ്യാമളം കോമളം തനുവണിയുമൊരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോട് കാണണം മനസ്സി ഗോപബാലനെ കേളിയാടി വന വേണുതിരസലാസ്യ ഭാവമൊടു രാസലീല തുടരൂ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം കാളിയ മർദ്ദനം നർത്തനം യദുകുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീനകൂർമ്മ കിഴി നാരസിംഹവടു രാമ രാമ ബലരാമ കൃഷ്ണന കൽക്കിയായി ദശരൂപമാർന്നതും വാസുദേവ മധുസൂദനായ നൃഹരേ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം.
അനന്തശയനനായ ശ്രീപത്മനാഭ സവിധത്തിൽ അഞ്ജലിബദ്ധയായി നിന്ന് ഭൂമിദേവി പ്രാർത്ഥിച്ചു. ദുർജനഭാരം എനിക്ക് ദുസ്സഹമായിരിക്കുന്നു. അധർമ്മമെങ്ങും തിമിർത്തു വാഴുന്നു. അപ്പോൾ ഭഗവാൻ നാരായണൻ അരുൾ ചെയ്തു, ധർമ്മസംസ്ഥാപനാർത്ഥം നാം കൃഷ്ണാവതാരം കൈക്കൊള്ളുകയായി. അന്ന് മധുരാപുരിയുടെ സിംഹാസനത്തിൽ അരജനായി വാണിരുന്നത് കംസനായിരുന്നു. പിതാവായ ഉഗ്രസേനന് ഗൃഹബന്ധനത്തിലാക്കി ദുരാചാരികളായ അസുര പരിവാരങ്ങൾക്കൊപ്പം കുടിലമൂർത്തിയായി വാണ കംസൻ. അധർമ്മഭരിതമായ കംസചിത്തത്തിൽ പക്ഷേ താതജ്യേഷ്ഠസുതയായ ദേവകിയോട് അകളങ്കമായ സ്നേഹവായ്പുണ്ടായിരുന്നു. ആ ആർദ്രമായ സോദരീ സ്നേഹം നിറഞ്ഞൊഴുകിയ മനസ്സാൽ കംസൻ ദേവകിക്കൊരു വരനെ നിശ്ചയിച്ചു. ശൂരസേനസുതനായ വസുദേവർ. വസുദേവ മഹാത്മൻ, നമ്മുടെ മഹാരാജാവിന്റെ നിശ്ചയങ്ങളിൽ നമ്മെ വളരെയേറെ ഏറെ ആശ്ചര്യപ്പെടുത്തിയവയിൽ ഒന്നാണ് ഈ പരിണയം. അങ്ങിപ്പോൾ ഈ രാജ്യസഭയ്ക്ക് പ്രിയ ബന്ധു. നാമൊക്കെ ധനധാന്യ സൈന്യങ്ങളുടെ നാൾവഴി പുസ്തകങ്ങളിൽ ശിരസാഴ്ത്തി ജീവിക്കുന്നവർ. ഇതു രാജ്യഭരണത്തിന്റെ അനിവാര്യ ശാസനകൾ മാത്രം ഉയരുന്നിടം. അങ്ങിവിടെ വാൾത്തലപ്പുകൾക്ക് നടുവിൽ വിളങ്ങി നിൽക്കുന്നൊരു വെൺദീപ സ്തംഭം. കംസരാജ ചിത്തത്തിൽ നിന്നും ഉറപൊട്ടിയൊഴുകിയ സോദരീ സ്നേഹപ്രവാഹിനിയിൽ വിടർന്ന സമ്മോഹന സുമ. സഭയുടെ ജ്യോതിഷാചാര്യൻ. പ്രണാമം. സർവസൈന്യാധിപൻ. മഹാരാജൻ, യാത്രയ്ക്ക് നിശ്ചയിച്ച മുഹൂർത്തം സമാഗതമായി. ഇനി ശരി, എന്നാൽ ഇനി വൈകണ്ട. രഥമൊരുങ്ങിക്കഴിഞ്ഞില്ലേ? ഓ മഹാപ്രഭു. സൈന്യാധിപൻ, പ്രഭു. നമ്മുടെ പാരിതോഷികം എത്തിച്ചാലും. ദേവകി, എത്ര തന്നിട്ടും മനം നിറയുന്നില്ല ഈ ജ്യേഷ്ഠന്. ഇതാ 12 ഭാരം പൊന്നുകൂടി, കംസസഭയുടെ വിനീത പാരിതോഷികം. സോദരി, ഇനി നമിക്കേണ്ടത് ഈ ജ്യേഷ്ഠനെയല്ല, വസുദേവരെയാണ്. കന്യാദാനം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭർത്തൃപാദങ്ങളിലാണ് കുമ്പിടേണ്ടത്. എന്നും ആ പാദങ്ങളിൽ നമസ്കരിക്കണം. ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് പ്രവർത്തിക്കണം. ആദരവോടെ അനുസരിക്കണം. മനഃശരീരങ്ങളാൽ ഭർത്തൃപൂജയും ഭർത്തൃസേവയും ചെയ്യുന്ന സതീരത്നമായി ലോകമെന്റെ സോദരിയെ വാഴ്ത്തണം. സന്താന സൗഭാഗ്യവതിയായി ഭോജകുലത്തെ ധന്യമാക്കണം. ചെന്നാലും രഥമേറിയാലും യാത്രയ്ക്ക് മുഹൂർത്തമായി. എത്രയോ കാലം ഈ കംസരാജൻ കിനാവ് കണ്ടിരുന്ന വരമുഹൂർത്തം. ഉള്ളിൽ ആനന്ദം, ഇടയ്ക്കിത്തിരി നൊമ്പരം. ഈ രാജമന്ദിരത്തിൽ ഉയരില്ലല്ലോ ഇനി നിന്റെ പാദസരനാദം. ദേവകി, ആ പാദസര കിലുക്കങ്ങളുടെ ഭാവങ്ങളെല്ലാം ഹൃദ്യസ്ഥമാണ് ഈ ജ്യേഷ്ഠന്. എവിടെ നിന്നത് കേട്ടാലും അറിയാം ഈ ജ്യേഷ്ഠന് അപ്പോഴുള്ള നിന്റെ മുഖഭാവം. പോവുക, ഭർത്തൃമന്ദിരത്തിലെ ദീപ്ത ദീപനാളമാവുക. പിന്നെ ഒരു കാര്യം,
ഭർത്തൃമന്ദിരത്തിലേക്ക് നമ്മുടെ സോദരിയെ ആനയിക്കുന്ന രഥത്തിൽ ഇന്ന് നാമാണ് തേരാളി. പ്രിയ സോദരിക്ക് മുന്നിൽ രാജാവല്ല കംസൻ, കേവലം ഒരു സൂതൻ, വെറും തേരാളി. കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം ഇനി വേണേൽ കുശാലായിട്ട് ഒരു നട കൂടി ഉണ്ണാം. കുംഭ എന്താ കുംഭാരച്ചൂളയാണോ? ഭൈരവ, ഉണ്ടിറങ്ങിയിട്ട് ഒരു നാഴിക പോലും ആയില്ലല്ലോ. ഉണ്ടാൽ ദേ ഇതുപോലെ ഉറങ്ങണം. പക്ഷെ ഇവിടെ കുറെ മണ്ടന്മാരുണ്ട്. ഉണ്ടു വന്ന ഉടനെ കണ്ട കയത്തിൽ ചാടി പള്ളി നീരാട്ട്. ഈ ഏഭ്യന്മാരെ കൊണ്ട് തോറ്റു. നേരാവണ്ണം മംഗലം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇതിപ്പോ അതുമില്ല. മണ്ടശിരോമണികളുടെ കൊതിക്കറിവ് കേട്ട് പൊറുതി മുട്ടേണ്ടിയും വന്നു. ജയന്തൻ പറഞ്ഞത് നേരാ. കൺകുളിർക്ക കാണാൻ ഇതുപോലൊരു പരിണയം ഇനി ഉണ്ടാവില്ല മധുരയിൽ. അത് നേരാ. കല്യാണം കണ്ട് കണ്ണു മഞ്ഞളിച്ചു എന്ന് തന്നെ പറയണം. പൊന്നിന്റെ പൊടി പൂരമല്ലേ. വരദാനം കൊടുത്തത് എന്തൊക്കെയാണെന്നറിയാമോ? സ്വർണം കൊണ്ട് അലങ്കരിച്ച 400 ആന, 15,000 കുതിര, 1500 തേര്, പിന്നെ പൊന്നു കുന്നോളം, രത്നങ്ങൾ വട്ടക 6 എണ്ണത്തിൽ. പോരാത്തതിന് പോകാൻ നേരം കംസമഹാരാജന്റെ വക 12 ഭാരം സ്വർണം കൂടെ. ഇതങ്ങനെ പലരും പെരുപ്പിച്ച് 10 മടങ്ങാക്കും. അക്കാര്യത്തിൽ സംശയമില്ല. നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ സംശയമുള്ളൂ. വികടാ, ഉള്ളതുപോലെ പറയണം. കംസമഹാരാജാവിന് ദേവകി ദേവിയെ അത്രക്കിഷ്ടമാണ്. അതുകൊണ്ട് വാരിക്കോരി തന്നെ കൊടുത്തു. അതാ അതിന്റെ ശരി. മഹാരാജാവിന് ദേവകീ ദേവി കഴിഞ്ഞേ ഉള്ളൂ എന്തും. എവിടുന്നൊക്കെ വന്നു രാജാക്കന്മാർ, എവിടുന്നൊക്കെ വന്നു പ്രഭുക്കന്മാർ. എന്തൊക്കെ ആയാലെന്താ, ആ വസുദേവർക്ക് അതിലൊന്നും താല്പര്യമില്ലല്ലോ. രാജപദവി പോലും വേണ്ടെന്ന് വെച്ച ആൾക്ക് വരദാനത്തിൽ എന്ത് കമ്പം വരാൻ? അറിഞ്ഞോ കംസമഹാരാജാവ് ഞെട്ടിച്ചു കളഞ്ഞില്ലേ? എന്താ കാര്യം? എന്താ ഇതാ പറയുന്നത്, ആദ്യ പന്തയ്ക്ക് തന്നെ ഉണ്ട് മുങ്ങിക്കളയാൻ പാടില്ലാന്ന്. കല്യാണത്തിലല്ല, കംസമഹാരാജാവിന്റെ കേമത്തെ മുഴുവൻ കണ്ടത് ദാ ഇപ്പോഴാ. വിചിത്രവീര്യ, നീ കാര്യം പറയൂ. എല്ലാം കഴിഞ്ഞ് വധൂവരന്മാർ രഥമേറാൻ നേരത്താ അത് സംഭവിച്ചത്. തേരാളിയെ താഴെ ഇറക്കി മഹാരാജാവ് തന്നെ രഥമോടിച്ചു പോയി. കംസരാജന്റെ മഹത്വം അങ്ങേറി. സോദരിക്ക് സൂതനായവൻ കംസരാജൻ. വേഗത കൂടുന്നതിൽ ദേവകി ഭയമുണ്ടോ? അതിലും വലുതാണെന്ന് തോന്നുന്നു നമ്മുടെ സാമീപ്യം കൊണ്ടുള്ള ഭയം. കൊള്ളാം, വസുദേവരുടെ ഫലിതം.
ഹേ ദുഷ്ടനായ കംസ, ഹേ ദുരാചാര, മഹാമൂഢനായ കംസ, ദേവകിയുടെ 8ാമത്തെ പുത്രനാൽ നീ വധിക്കപ്പെടും. ദേവകിയുടെ 8ാമത്തെ പുത്രനാൽ നീ വധിക്കപ്പെടും. കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം അരുത് മഹാരാജൻ, സ്ത്രീഹത്യ മഹാപാപം. പാപത്തെ ഭയന്ന് മരണത്തെ ഏറ്റുവാങ്ങാൻ ഒരുക്കമല്ല കംസൻ. ഇവളാൽ അങ്ങയ്ക്ക് മരണമോ? ദേവകി അങ്ങയുടെ സോദരിയല്ലേ? അവൾക്ക് വേണ്ടി തേർതെളിച്ച കരങ്ങൾ കൊണ്ട് തന്നെ ഇവളുടെ 8ാമത്തെ പുത്രൻ നമ്മെ വധിക്കുമെന്നൊരു അശരീരി ആകാശഭാഷിതം. ബുദ്ധിരാക്ഷസനായ കംസമഹാരാജൻ കേവലം ഒരു ആകാശഭാഷിതം വിശ്വസിക്കുകയും ശത്രുക്കളായ അസുരന്മാർ നടത്തിയ മായാമൊഴികളായിക്കൂടുന്നുണ്ടോ അത്? ഇനി ദേവവചനങ്ങൾ തന്നെയാണ് കേട്ടതെന്നിരിക്കട്ടെ, വേദാവിന്റെ ആ വിധി മാറ്റാൻ ഒരു ശിരച്ഛേദത്തിനാവുമോ മഹാരാജൻ? അങ്ങെന്തിന് മരണത്തെ ഭയക്കണം? ഭോജരാജനാണിന്നങ്ങ്. ഭോജകുലത്തിൽ ഭോജാതരായവരിൽ വീരശൗര്യങ്ങളാൽ വിക്രമൻ, പരാക്രമശേഷിയിൽ കീർത്തിമാൻ, ഭരണ നൈപുണ്യത്താൽ ദേശാന്തരങ്ങളിലും പ്രശസ്തൻ. ശ്ലാഘനീയ ഗുണങ്ങൾ ഇവിധം എത്രയോ ഉള്ള അങ്ങ് മരണത്തെ എന്നല്ല ഒന്നിനെയും ഭയക്കേണ്ടതില്ല. വീരോചിതമല്ല ഭയം മഹാരാജൻ. പിന്നെ മരണം നരജന്മത്തോടൊപ്പം വിധിച്ചിട്ടുള്ളതല്ലേ രാജൻ? അത് ഓരോ പിറവിയോടൊപ്പവും മരണവും പിറന്നു കഴിഞ്ഞിരിക്കുന്നു. അതറിയാനുള്ള പാണ്ഡിത്യം, വിവേകം അതങ്ങയ്ക്കുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് മഹാരാജൻ, മംഗല്യവതിയായി നിമിഷങ്ങൾ മാത്രം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് പ്രത്യാശയോടെ നോക്കിയിരിക്കുന്ന സോദരിയെ സദയം ജീവിക്കാൻ അനുവദിക്കുക. വസുദേവർ, അങ്ങ് പറഞ്ഞതെല്ലാം നേര്. പക്ഷേ നമ്മുടെ അന്തകന് ജന്മം നൽകാനായി അവതരിച്ച സ്ത്രീ സോദരിയാണെങ്കിലും ദയർഹിക്കുന്നുണ്ടോ? അങ്ങയുടെ ചോദ്യം പ്രസക്തം, സന്ദർഭോചിതം. അതിൽ നമുക്ക് സംശയമില്ല, തെല്ലും. പക്ഷേ ദേവകിയല്ല, അഷ്ടമപുത്രൻ അങ്ങയെ വധിക്കുമെന്നായിരുന്നു അശരീരി എന്നല്ലേ അങ്ങ് പറഞ്ഞത്? അഷ്ടമ സന്താനം, അതിനി എത്ര കാലം ചെല്ലണം? വിവാഹകർമ്മം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വർഷങ്ങൾക്കപ്പുറം പിറന്നേക്കാവുന്ന ഒരു സന്താനത്തിന്റെ പേരിൽ ഈ നിമിഷം തന്നെ ദേവകിയെ ഹനിക്കുന്നതെന്തിന്?
8ാമത്തെ പുത്രൻ ജനിക്കും വരെയെങ്കിലും ഇവിടെ അങ്ങയുടെ പ്രിയ സോദരിയെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ മഹാരാജൻ? ഭഗിനീവധമെന്ന പാപകർമ്മത്തിൽ നിന്ന് അങ്ങ് പിന്തിരിയുക. പകരം നാം ഒരു വാഗ്ദാനം നൽകാം. ഇവൾ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും അപ്പോൾ തന്നെ ഞാൻ തിരുമുമ്പിൽ എത്തിച്ചു തരാം. അവരെ എന്ത് ചെയ്യണമെന്ന് അങ്ങയ്ക്ക് തന്നെ തീരുമാനിക്കാം. സ്നേഹത്തിൻ്റെ മാസ്മരശക്തി ശത്രുഭാവങ്ങളെ സംഹരിക്കാൻ പോന്നതാണ്. കംസന് സോദരിയോട് സ്നേഹവായ്പേറെയായിരുന്നു. ആ സ്നേഹത്തിൽ നിന്നാണ് കംസനിലെ അധർമ്മമൂർത്തിയെ സംഹരിക്കാനായി ഭഗവാൻ അവതരിക്കുന്നത്. കംസൻ്റെ എന്നല്ല, ലോകത്തിൻ്റെ തന്നെ അസുര സ്വഭാവങ്ങളെ ഉന്മൂലനം ചെയ്ത് മാനവ ചിത്തങ്ങളിൽ ദിവ്യഗുണങ്ങളുടെ ആനന്ദ നടനം സാധ്യമാക്കുകയായിരുന്നു കൃഷ്ണാവതാര ലക്ഷ്യം.